ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ട്രേഡിംഗ് പ്ലാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും ലെവൽസാണ് നമ്മൾ വാച്ച് ചെയ്യുന്നത് മെയിനായിട്ട്. നമുക്ക് സെൽ ഓഫ് സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു ഏരിയ, പിന്നെ അതുപോലെ നമുക്ക് പുൾ ബാക്ക് എടുത്തിട്ടുള്ള ഈ ഒരു രണ്ട് ഏരിയയും കൂടെ, പിന്നെ അതുപോലെ നമ്മൾ താഴെയുള്ള ഈ ഒരു സപ്പോർട്ട് സോണും കൂടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ചൊരു ഇമ്പോർട്ടൻറ്റ് സോണാണ്. ഈ ഒരു റേഞ്ചും ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ബാങ്ക് നിഫ്റ്റി താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫർദറായിട്ട് നമുക്ക് ഡൗൺഫോൾ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് കുറച്ചൊന്ന് മൂവ് ചെയ്യട്ടെ. നമ്മൾ ട്രേഡ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു റേഞ്ചിൽ നിന്ന് ഒരു റിവേഴ്സലാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ നമുക്ക് റിവേഴ്സൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ഇത് ടാർഗറ്റ് ആക്കിയിട്ട് ഒരു ട്രേഡ് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാർക്കറ്റ് ഒരു ചെറിയൊരു ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ആയിട്ടുള്ളത്. പക്ഷേ നമുക്കൊരു ഫ്ലാറ്റ് ആയിട്ട് തന്നെ അത് കൺസിഡർ ചെയ്യാം. അവിടുന്ന് റിവേഴ്സൽ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം, ട്രേഡ് വരുന്ന സമയത്ത് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സമയം ഓൾമോസ്റ്റ് 9:30 ആയി. അപ്പോൾ നമ്മളൊരു 1 മിനിറ്റ്സ് ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ഹയർ ഹൈ ഫോർമേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളൊരു ബിയറിഷ് എൻട്രി നോക്കുന്നത് കുറച്ച് റിസ്ക്കിയാണ്. നമ്മൾ വൺസ് ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എൻട്രി എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, മാർക്കറ്റ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, പിന്നെ ചെറിയ പുൾ ബാക്ക്, എഗൈൻ ഈ ഒരു ഹൈനെ കട്ട് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു പ്രോപ്പർ റിവേഴ്സൽ കാണിക്കാതെ ഒരു എൻട്രി എടുക്കുന്നത് കുറച്ച് റിസ്ക്കിയാണ്. കാരണം മാർക്കറ്റ് ഒന്ന് മുകളിലേക്ക് പോകുമ്പോൾ തന്നെ നല്ല രീതിയിൽ പ്രീമിയം, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇത് നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ച പ്രീമിയത്തിൻ്റെ ചാർട്ടാണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു റിസ്ക് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടുന്ന് എൻട്രി എടുക്കാത്തത്. ഇവിടുന്ന് നമുക്ക് പ്രോപ്പറായിട്ട് റിവേഴ്സൽ കിട്ടുകയാണെങ്കിൽ മാത്രമേ നമ്മൾ എൻട്രി എടുക്കുകയുള്ളൂ. കാരണം ചെറിയൊരു കൺഫ്യൂസിങ് ഏരിയയിലാണ് മാർക്കറ്റ് ഉള്ളത്. കാരണം ഇവിടുത്തെ നല്ലൊരു സപ്പോർട്ട് ഏരിയയാണ്. അവിടുന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് ഒരു റിവേഴ്സൽ കാണിക്കാനുള്ളൊരു സാധ്യത ഉണ്ട്. പക്ഷേ നമുക്ക് ഓൾറെഡി സെല്ലേഴ്സിൻ്റെ ഒരു കൺട്രോളുള്ള മാർക്കറ്റാണ്. അപ്പോൾ ഏത് സമയത്തും ഒരു റിവേഴ്സലും എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് മാർക്കറ്റിൽ. അപ്പോൾ നമ്മളെന്തായാലും അത് വെച്ചിട്ട് എന്തായാലും ട്രേഡ് എടുക്കുന്നില്ല. ഓക്കെ, വെറുതെ നമ്മൾ ആവശ്യമില്ലാത്ത ലോസ് വരുത്തേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ മാർക്കറ്റ് ഇന്നലെ അത്രയും വലിയൊരു ഫാള് തന്നതല്ലേ, അപ്പോൾ മേ ബി മാർക്കറ്റ് ഒന്നും ഇങ്ങനെ സൈഡ് പിടിച്ച് നിൽക്കാനുള്ള ഒരു സാധ്യതയും കൂടെ ഉണ്ടെന്ന്. ഓക്കെ, നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ഒരു കൺസോൾട്ടേഷൻ പോലെ നിന്നിട്ട് അതിനനുസരിച്ച് ഒരു റിവേഴ്സൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു റിവേഴ്സൽ കൺഫേം ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു പുൾ ബാക്കിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, മാർക്കറ്റ് മുകളിലേക്ക് പോയി ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്തു. ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ ഒരു ബയേഴ്സിന് മാർക്കറ്റിനെ പുഷ് ചെയ്യാൻ കഴിയുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് മാർക്കറ്റ് ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്ത് ഈ ഒരു രണ്ട് റെഡ് ക്യാൻഡിൽ സെല്ലേഴ്സിൻ്റെ ആ ഒരു സ്ട്രെങ്ത്താണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇതൊരു സ്ട്രോങ് ബിയറിഷ് ക്യാൻഡിലാണ് രണ്ടും. അപ്പോൾ മൂന്നാമത്തെ ക്യാൻഡിലും അതുപോലെ തന്നെയാണ് ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി മാർക്കറ്റ് ഫോൾ ചെയ്തിട്ട് ചെറിയൊരു പുൾ ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ഷോർട്ട് സെൽ എൻട്രി പ്ലാൻ ചെയ്യും. നിങ്ങൾക്ക് ചാർട്ടിൽ പറഞ്ഞ ഈ ഒരു ലോജിക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മളൊരു എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മാർക്കറ്റ് ഇവിടുന്ന് ഫോൾ ചെയ്തു, അതിനുശേഷം ചെറിയൊരു പുൾ ബാക്ക് കിട്ടി. എഗെയിൻ നമ്മളൊരു ബിയറിഷ് മൊമെൻറ്റം തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ഈ ഒരു ലെവൽ വരെ ടാർഗറ്റാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു എൻട്രി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ട്രേഡ് ഒന്ന് ഹോൾഡ് ചെയ്യാം, എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ആ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് സമയം ഓൾമോസ്റ്റ് വെയിറ്റ് ചെയ്തു. നമ്മൾ ഈ ഒരു ക്യാൻഡിലാണ് നമ്മൾ എൻട്രി എടുത്തത്. ഓക്കെ, അതിനുശേഷം നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കാണിച്ചതാണ്. പക്ഷേ നമ്മളത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തില്ല. കാരണം നമ്മുടെ ടാർഗറ്റ് ഇതായിരുന്നു. ടാർഗറ്റ് എക്സാക്ട് ഈ ഒരു റേഞ്ചിൽ നിന്ന് റിവേഴ്സൽ ആവാനുള്ള ഒരു കാരണം ഇവിടെ നമുക്ക് 50,000 എന്നുള്ള ഈ ഒരു റേഞ്ച് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങും കിടപ്പുണ്ട്. അപ്പോൾ അതും കൂടെ ഫില്ല് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയത്. പക്ഷേ നമ്മൾ എക്സിറ്റ് ചെയ്യാത്തത് നമ്മുടെ ടാർഗറ്റ് നമ്മൾ ഇതുവരെയാണ് ഹോൾഡ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നത്. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 3,000 റേഞ്ചിലൊക്കെ പ്രോഫിറ്റ് കാണിച്ചതാണ്. ഓക്കെ, ഇനി മാർക്കറ്റ് മേ ബി ഇവിടെ തന്നെ റിവേഴ്സൽ കാണിക്കും. പക്ഷേ എന്തായാലും നമ്മൾ ഇനി വേറെ എൻട്രീസ് എടുക്കുന്നില്ല. ഇതാണ് നമ്മളെ ഓർഡർ ബുക്ക് വരുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 15-20 മിനിറ്റോളം നമ്മൾ ഈ ഒരു ട്രേഡ് ഹോൾഡ് ചെയ്തു. അതിലാണ് നമ്മൾ 807 നമ്മൾ ബൈ ചെയ്തത്. 764 എന്നുള്ള പ്രൈസിലാണ് നമ്മൾ എക്സിറ്റ് ചെയ്തത്, 60 ക്വാണ്ടിറ്റി. ഓക്കെ, അത് നമ്മൾ ചെറിയൊരു ലോസ് 2500 എന്നുള്ള ഒരു നെറ്റ് ലോസിലാണ് നമ്മൾ ഇന്നത്തെ പൊസിഷനെ എക്സിറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ എൻട്രി എക്സിറ്റ് സ്റ്റോപ്പ് ലോസിൻ്റെ ഒക്കെ ലോജിക്ക്. പക്ഷെ നമ്മൾ പ്രോപ്പർ എൻട്രി വരുന്നത് ശരിക്കും ഈ ഒരു സോണിൻ്റെ ഉള്ളിൽ നിന്നാണ്. നമുക്ക് ഇവിടെ തന്നെ റിവേഴ്സൽ കാണിച്ചിട്ട് ഒരു പുൾ ബാക്കിലാണ് നമ്മൾ എൻട്രി എടുക്കാൻ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ അതിനടക്കാണ് നമുക്ക് ഈ ഒരു 50,000 എന്നുള്ള ഈ ഒരു കുറച്ച് ഇമ്പോർട്ടൻറ്റ് ലെവൽ വന്നത്. ഇപ്പോൾ നമുക്ക് ചെറിയൊരു ട്രേഡിൽ തന്നെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റിയ ലോസേ വന്നിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇനി നമ്മൾ ഓവർ ട്രേഡ് ഒന്നും ചെയ്യുന്നില്ല. ഇന്നത്തെ ട്രേഡ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്.
നമുക്കൊരു കാരണവശാലും ട്രേഡിങ്ങിൽ നമുക്ക് ആ ഒരു റിക്കവറി മൈൻഡ് സെറ്റ് വരാൻ പാടില്ല. റിക്കവറി മൈൻഡ് സെറ്റ് വന്നു കഴിഞ്ഞാലാണ് നമ്മൾ ഓവർ ട്രേഡ്, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് പ്രോബ്ലംസ് ഒക്കെ നമുക്ക് വരാനുള്ളൊരു കാരണം നമ്മൾ റിക്കവർ ചെയ്യാൻ പോകുമ്പോഴാണ്. നമ്മൾ ലോസ് വന്നു, ആക്സെപ്റ്റ് ചെയ്തു, നമ്മൾ കറക്റ്റ് നമ്മൾ സിസ്റ്റം പ്രകാരമാണ് നമ്മൾ എൻട്രി എടുത്തിട്ടുള്ളത്, നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ടുള്ളത്, നമ്മൾ ടാർഗറ്റും സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് പ്രോപ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് SL വരുമ്പോൾ വലിയ രീതിയിൽ റിക്കവർ ചെയ്യാനുള്ള മൈൻഡ് സെറ്റോ അല്ലെങ്കിൽ നമുക്കത് വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അത് പാർട്ടാണ്, നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുക. ഇനി നമ്മൾ നെക്സ്റ്റ് ഡേ നല്ല ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അഗൈൻ നമ്മൾ സെയിം പ്രോസസ്സ്, ഒരേ പ്രോസസ്സ് തന്നെ നമ്മൾ മൾട്ടിപ്പിൾ ടൈം ചെയ്യുമ്പോഴാണ് നമ്മൾ അതിൽ മാസ്റ്റർ ആവുക. അത് ഏതൊരു കാര്യത്തിലും നമ്മൾ സെയിം പ്രോസസ്സ് മൾട്ടിപ്പിൾ ടൈമായിട്ട് ഒരേ കാര്യം തന്നെ നമ്മൾ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ ആ ഒരു സബ്കോൺഷ്യസ് മൈൻഡിൽ തന്നെ നമുക്കതിൽ മാറ്റങ്ങൾ വരും. ട്രേഡിങ്ങിലാവുമ്പോൾ പ്രത്യേകിച്ച്, കാരണം നമ്മളൊരു മണിയും കൂടെ ഇതിൽ ഇൻവോൾവ് ചെയ്തതുകൊണ്ട് നമുക്ക് ആ ഒരു ഇമോഷണൽ പ്രോബ്ലംസ് കുറച്ച് കൂടുതൽ വരും. ഓക്കെ, അപ്പോൾ അത് കൺട്രോൾ ചെയ്യേണ്ട ആൾ നമ്മൾ തന്നെയാണ്. പുറത്തുനിന്ന് ആരും നമുക്ക് ആ ഒരു രീതിയിൽ നമ്മൾ സപ്പോർട്ടും കാര്യങ്ങളും കിട്ടില്ല. അത് അത്രേ ഉള്ളൂ. എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി മേ ബി ടാർഗറ്റ് അടിച്ചേക്കാം, അല്ലെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോയി നല്ല ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടും. പക്ഷേ നമ്മളത് എന്തായാലും ബോധേടാവുന്നില്ല. ഇനി നമ്മൾ നാളെ മാർക്കറ്റിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.